ലോകം കണ്ട ഏറ്റവും വലിയ ബിസിനസ് ഡീൽ എന്ന ഇതിനെ വിളിക്കാം. കഴിഞ്ഞ ദിവസം വരെ ശത്രുവായിരുന്നവനെ ഇന്ന് നെഞ്ചോട് ചേർക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ കൂടെ നിന്നവന്റെ പോക്കറ്റ് അടിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോക രാഷ്ട്രീയത്തിൽ പുതിയൊരു കളി തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഇരയാകുന്നത് റഷ്യയാണോ അതോ ഇന്ത്യയാണോ? പക്ഷെ ട്രംപ് ഒന്നും മറന്നുപോയി, ഇത് പഴയ ഇന്ത്യയല്ല. മോദിയും പുടിനും തമ്മിലുള്ള ആ ആത്മബന്ധത്തിന്റെ ആഴമളക്കാൻ ട്രംപിന്റെ ഈ വെനസ്വേലൻ എന്ന നാടകത്തിന് കഴിയുമോ? ട്രംപ് വിരിച്ച വലയിൽ വീഴുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ട്രംപ് തന്നെ വീഴുമോ എന്നതും കണ്ടറിയാം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രങ്ങളില്ല, ശത്രുക്കളുമില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് ട്രംപിന്റെ ഓരോ നീക്കങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ വെനസ്വേലയിൽ തൊട്ടാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ അതേ ട്രംപ് ഇന്ന് ഇന്ത്യയോട് പറയുന്നു, റഷ്യയെ വിട്ടേക്കൂ, ഞങ്ങളുടെ കയ്യിലുള്ള വെനസ്വേലൻ എണ്ണ വാങ്ങിക്കോളൂ. എന്താണ് ഇതിന് പിന്നിൽ ലക്ഷ്യം? വെനസ്വേലയിലെ മഡൂറോ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി അവിടുത്തെ എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കൻ കമ്പനികൾ കൈക്കലാക്കുകയാണ്. അപ്പോൾ വെനസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയാൽ അതിന്റെ ലാഭം നേരിട്ട് പോകുന്നത് അമേരിക്കയുടെ പോക്കറ്റിലേക്കാണ്. റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ ഇന്ത്യയെ ഒരു കരുവായി ഉപയോഗിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% ടാക്സ് അടിച്ച് നമ്മളെ ബുദ്ധിമുട്ടിച്ച അതേ ട്രംപാണിപ്പോൾ സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് വരുന്നതും. ഇത് വെറും കാപട്യമല്ലേ? ട്രംപ് എത്ര തന്നെ മലക്കം മറച്ചിലുകൾ നടത്തിയാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള ചങ്ങാത്തം തകർക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. 71 അമേരിക്കൻ പടക്കപ്പലുകൾ ഇന്ത്യയെ വളഞ്ഞപ്പോൾ നമുക്ക് കാവൽ നിന്നത് റഷ്യയാണ്. ആ ചരിത്രം ഇന്ത്യ ഒരിക്കലും മറക്കില്ല. ലോകം മുഴുവൻ റഷ്യയെ ഒറ്റപ്പെടുത്തിയപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ ഭീഷണികളെ വകവയ്ക്കാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൈ പിടിച്ച ഒരേയൊരു നേതാവ് മോദിയാണ്. ഇപ്പോൾ ഇന്ത്യ റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി 12 ലക്ഷം ബാരലിൽ നിന്ന് 8 ലക്ഷമായി കുറയ്ക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ട്രംപ് സന്തോഷിക്കുന്നുണ്ടാകും. പക്ഷേ ഇതൊരു തന്ത്രപരമായ പിന്മാറ്റം മാത്രമാണ്. റഷ്യൻ എണ്ണയ്ക്ക് പണ്ട് കിട്ടിയിരുന്ന വലിയ ഡിസ്കൗണ്ടുകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. ഇന്ത്യക്ക് ഇന്ധനം വേണം, അത് വിലക്കുറവിൽ കിട്ടണം. അത് ഇന്ത്യയുടെ മാത്രം തീരുമാനമാണ്. അവിടെ അമേരിക്കയുടെ കണ്ണുരുട്ടൽ നടക്കില്ല. ട്രംപ് വിരിച്ച വലയിൽ നിന്നും ലാഭം കൊയ്യുന്ന മോദിയുടെ ആ ബുദ്ധി, നയതന്ത്ര ചാതുര്യം എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ഒരു വശത്ത് റഷ്യയുമായുള്ള ബന്ധം വിള്ളൽ വീഴാതെ കാക്കുന്നു, മറുവശത്ത് വെനസ്വേലൻ വിപണി ഇന്ത്യക്കായി തുറന്നു കിട്ടുന്നു. ഇതുവഴി ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. പുടിന് മോദിയെ വിശ്വാസമാണ്. ഇന്ത്യ മറ്റ് സ്രോതസ്സുകൾ തേടുന്നത് റഷ്യയെ തകർക്കാനല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ നീക്കങ്ങളെ പുടിൻ എതിർക്കാത്തത്. എന്നാൽ ട്രംപിനെ ആർക്ക് വിശ്വസിക്കാൻ കഴിയും? അടുത്ത നിമിഷം അദ്ദേഹം എന്ത് മാറ്റം വരുത്തുമെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ഭീഷണിപ്പെടുത്തിയും ഉപരോധം കാണിച്ചും ഇന്ത്യയെ വരുതിയിലാക്കാമെന്ന് ട്രംപ് കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈ നീക്കം ഒരു അങ്ങാടി കച്ചവടം മാത്രമാണ്. ഒരു വശത്ത് അടിക്കുകയും മറുവശത്ത് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഈ രീതി ഇന്ത്യയെ പോലൊരു വൻ ശക്തിയോട് കാണിക്കുന്നത് വലിയ മര്യാദകേടാണ്. പക്ഷേ പുതിയ ഇന്ത്യക്ക് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൃത്യമായി അറിയാം. റഷ്യയുമായുള്ള ആത്മബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഓരോ ചാണക്യ നീക്കങ്ങളെയും ഇന്ത്യ പ്രതിരോധിക്കും. ട്രംപ് എത്ര തന്നെ നാടകങ്ങൾ കളിച്ചാലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സ്വന്തം വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. ഈ വെനസ്വേലൻ വലയിൽ ഇന്ത്യ വീഴില്ല, മറിച്ച് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലോകത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും.